ഹായ് ഫ്രണ്ട്സ്, വിനീസ് വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് പർദ്ദ ബിരിയാണിയാണ്. അതിനായിട്ട് 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് 5-10 മിനിറ്റ് ആക്ടിവേറ്റ് ആക്കാൻ വെക്കാം. ഇനി നമുക്ക് 2 കപ്പ് മൈദ എടുക്കാം. ഒരു ബൗളിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആക്ടിവേറ്റ് ആയിട്ടുണ്ടാവും ഈസ്റ്റ്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈസ്റ്റ് ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് ഉപയോഗിക്കാതെ ആ ഉപ്പ് മാത്രം ഇട്ട് മിക്സ് ചെയ്താൽ മതി. ഈസ്റ്റും പഞ്ചസാരയും ഒഴിവാക്കാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചപ്പാത്തി മാവിനേലും കുറച്ച് സോഫ്റ്റായിട്ടാണ് മിക്സ് ചെയ്യേണ്ടത്. ഇതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ അല്ലെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇപ്പം ഞാൻ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഈ മാവ് ഇത്തിരി ലൂസാണ്, നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കണല്ലേ. അപ്പം നമ്മൾ കുറച്ച് പൊടി കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മൂടി വെക്കാം. ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടി വെച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു അടപ്പ് വെച്ച് മൂടിയാൽ മതി. ഇതൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യട്ടെ. ആ സമയം നമുക്ക് ബിരിയാണി അരി വെള്ളത്തിലിട്ട് കൊടുക്കാം. ഞാനൊരു 4 ഗ്ലാസ് ബിരിയാണി അരിയാണ് എടുത്തേക്കണത്. നിങ്ങൾക്ക് എന്തോരം ആവശ്യമുണ്ടോ അത്രയും മാത്രം എടുത്താൽ മതി. ബസ്മതി റൈസ് ആണെങ്കിൽ അത്രയും നല്ലത്. ഞാനിപ്പോൾ ജീരകശാലയാണ് എടുത്തേക്കണത്. ഇനി നമുക്ക് കുറച്ച് ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാനുള്ള പരിപാടികൾ നോക്കാം. അതിനായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊരു 10 പീസ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ചിക്കൻ ഇടാം കേട്ടോ. അത് ഈ പൊടിയുടെ അളവ് ഇത്തിരി കൂട്ടി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ നമ്മൾ ഇട്ടേക്കണ ഉപ്പും മുളകും നന്നായിട്ട് പിടിക്കാനും ഇതിലൊരു സോഫ്റ്റ്നെസ്, ഈ ചിക്കനൊരു സോഫ്റ്റ്നെസ് വരാനും ഇത് സഹായിക്കും. ഇനി നമ്മളൊരു പാത്രം അടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് നട്ട്സും കുറച്ച് റേസിൻസും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ കുഴിഞ്ഞ പാത്രമില്ലാത്ത കാരണം ഞാനൊരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മറ്റേ ആ 1 സ്പൂൺ നെയ്യ് മതിയെങ്കിൽ അതിൽ അത്രയും മതി കേട്ടോ. ഞാനിനി ഇതിലേക്ക് ഹോൾ സ്പൈസസ് ആണ് ഇട്ട് കൊടുക്കണം. ഒരു പട്ട, 2 ഏലക്ക, കുറച്ച് പെരിഞ്ജീരകം, അതിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഓപ്ഷണലാണ്, 3 ഗ്രാമ്പൂ, കുറച്ച് കുരുമുളക്. ഇത്രയും സാധനം ഇട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കണത് 4 ഗ്ലാസ് അരിയാണ്. അപ്പോൾ നമുക്ക് 8 ഗ്ലാസ് വെള്ളം വെച്ച് കൊടുക്കാം. ഇനി ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. 1/2 മണിക്കൂർ കുതിർത്തിയ അരി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. വെള്ളം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമ്മളതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ്. ഈ അരി ഒരു 1/4 വേവാകുമ്പോഴാണ് നമ്മൾ എടുക്കുന്നത്. അതിന് മുന്നേ വെള്ളം വറ്റിപ്പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. നമ്മൾ കുക്കറിൽ വെച്ചല്ലല്ലോ, പുറത്ത് വെച്ചാണ് വേവിക്കുന്നത്. ഇനി നമ്മൾ പുരട്ടി വെച്ചേക്കണ ചിക്കനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈര് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ തൈര് ചിക്കനിൽ ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതിനുവേണ്ടിയാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ 3 സവാള എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊന്ന് ഇങ്ങനെ ഞെരടി കൊടുക്കുമ്പോൾ അത് വിട്ട് വരും. ഇനി ഒരു പാനിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഫ്രൈ ആയി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. നമ്മൾ കുറച്ച് എണ്ണയിൽ ഒഴിച്ചു കൊടുത്തേക്കണം. കൂടുതൽ എണ്ണയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആയി കിട്ടും. ഇനിയിപ്പോൾ ഈ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. ഇത് വെള്ളമൊക്കെ വറ്റിയാണ് വന്നേക്കണത്. നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സവാള ഒരുവിധം ആയി വന്നിട്ടുണ്ട്. അതിന് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് മാറ്റി കൊടുക്കുകയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അത് ഈ ബിരിയാണി ഗാർണിഷ് ചെയ്യാനുള്ളതാണ്. ബാക്കിയുള്ളത് നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അത് വീണ്ടും ആ ഫ്രൈ പാനിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റേ ഫ്രൈ പാനും ഒന്ന് മിക്സ് ചെയ്യാൻ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇനി ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി എടുത്ത് ഒരു പേസ്റ്റ് ആക്കിയിട്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 8 അല്ലി വെളുത്തുള്ളി ഉണ്ടായിരുന്നു. ഈ സവാള പേസ്റ്റിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക, ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കാം. ഇനി 2 പച്ചമുളക് ഒരു മിക്സിയുടെ ജാറിലിട്ട് അതും ഒന്ന് പേസ്റ്റാക്കി ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. അതും ഈ സവാള
വെളുത്തുള്ളി പേസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ മിക്സ് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുവാണ്. നന്നായിട്ട് ചോപ്പ് ചെയ്തതാണ്. ഈ തക്കാളി ഈ അരപ്പിലേക്ക് അലിഞ്ഞു ചേർന്നവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. എന്നിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചിക്കനാണ്. ആ ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ മസാലയൊന്നും ഇട്ട് കൊടുക്കാത്തത്, എരിവൊന്നും ഇട്ട് കൊടുക്കാത്തത് നമ്മൾ ഓൾറെഡി ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുവാണല്ലോ, അതുകൊണ്ടാണ്. ഇനി അടച്ചു വെച്ചൊന്ന് വേവിക്കുക. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാനില്ല. നമ്മൾ കുറച്ച് ഹോൾ സ്പൈസസ് എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം പട്ട, 2 ഏലക്ക, 2-3 ഗ്രാമ്പൂ, കുറച്ച് സാജീരകം, കുറച്ച് പെരിഞ്ജീരകം, ഇത്ര സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ആ പൊടി നമ്മൾ ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ആ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഉപ്പ് ഇത്തിരി കുറവുണ്ട്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഉപ്പ് എല്ലായിടത്തും പിടിക്കണമല്ലോ. ഇനി ഇതിലേക്ക് നമ്മൾ പുതിനയിലയും മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. വീണ്ടും അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഈ സമയത്തെല്ലാം അപ്പുറത്ത് അടപ്പിയിരിക്കണം നമ്മുടെ സവാള ഇളക്കാൻ മറന്നു വരുത്. ഇപ്പോൾ ഈ സവാള ആയി വന്നിട്ടുണ്ട്. ഇത്രയും ആയാൽ മതി. നമ്മൾക്ക് ഇനി എടുത്തു വെച്ചാലും അത് അവിടെ ഇരുന്ന് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ചേക്കണ ആ പൊടി ഉണ്ടല്ലോ, അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ സമയം നമ്മുടെ ചിക്കൻ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ ചിക്കൻ ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളർ വ്യത്യാസം കണ്ടോ? നല്ല റെഡ് കളറായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു ചപ്പാത്തി മാവിൻ്റെ മീതയിൽ കുറച്ച് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ മാവ്, കുഴച്ച് വെച്ചേക്കണ മാവ് നമുക്ക് ഒന്ന് എല്ലാ ഭാഗത്തും അതൊന്ന് ആക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് പരത്തി കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരേപോലെ തിക്നെസ് ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെ പരത്തി കൊടുക്കാം. ഇനി ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിൽ നമ്മൾ കുറച്ച് എണ്ണ തൂവി കൊടുക്കുവാണ്. അതിലേക്ക് ഈ പരത്തി വെച്ചേക്കണ മാവെടുത്ത് വെച്ച് കൊടുക്കാം. നന്നായി വിടർത്തി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കണ സവാള, ചോപ്പ് ചെയ്ത് വെച്ചേക്കണ മല്ലിയില, പുതിനയില ഇട്ട് കൊടുക്കുവാണ്. ഇനി നട്ട്സും റൈസിൻസും അതും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കണ അരി ഇട്ട് കൊടുക്കാം. ഏറ്റവും അടിയിൽ ചിക്കൻ ഇട്ട് കൊടുക്കരുത്. നമ്മൾ അരിയിൽ പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ടാണ് എല്ലാം വേവിച്ചത്. അത് ഈ വെന്ത് വരുമ്പോൾ അതെടുത്ത് മാറ്റാം കേട്ടോ. ഇതിൻ്റെ മീതയിലേക്ക് നമ്മൾ ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ചോറ് വെച്ച് തന്നെ അതിനെ മറച്ചു കൊടുക്കാം, അതായത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മീതയിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച മല്ലിയില, പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്ത് വെച്ച സവാള, നട്ട്സ്, റൈസിൻസ് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് അടച്ചു കൊടുക്കാം. ഈ പുറത്തേക്ക് നീണ്ടിടക്കണ ആ മാവ് കൊണ്ട് തന്നെയാണ് അടച്ചു കൊടുക്കേണ്ടത്. നന്നായിട്ട് സീൽ ചെയ്ത് കൊടുക്കുക. ഒന്നും പുറത്തേക്കൊന്നും ഇനി പോവില്ല. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി വേറൊരു പാത്രം വെച്ച് ഇതിൻ്റെ മുകൾ ഭാഗം അടച്ചു കൊടുക്കണം. കാരണം ഇനി അതിനൊന്ന് തിരിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ അതിന് പറ്റിയൊരു പാത്രമായിരിക്കണം മുകളിൽ വെച്ച് കൊടുക്കേണ്ടത്. ഇനി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഈ മാവ് ഇളകുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒന്ന് തിരിച്ചു വെച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഈ സൈഡും ഒന്ന് 5 മിനിറ്റ് വെച്ച് കൊടുക്കാം. ഒരു സൈഡായി വന്നിട്ടുണ്ട് കണ്ടോ. ഇനി അടച്ചു വെച്ച് കൊടുക്കുകയാണ്. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പോൾ ആയി വരും. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അപ്പുറത്തെ സൈഡും ആയിട്ടുണ്ടാവും. നമുക്കിതൊന്ന് എടുത്തിട്ട് ഒരു കത്തി വെച്ച് മുറിച്ച് കൊടുക്കാം. എന്നാലേ നമുക്ക് ഉള്ളിലുള്ളത് എടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് പർദ്ദ. ഇപ്പോൾ നമ്മളിത് മുറിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് ബിരിയാണി ഒളിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. നമ്മൾ ദം ചെയ്യാനാണ് ഇങ്ങനെ പർദ്ദ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനാബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.